ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഏപ്രിൽ 10 വിശുദ്ധ ബഡേമൂസ്. തനിക്കുള്ളതെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് പ്രേഷിത പ്രവർത്തനത്തിനിറങ്ങി ഒടുവിൽ യേശുവിൻ്റെ നാമത്തെ പ്രതി മരിക്കുവാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധനാണ് വിശുദ്ധ ബഡേമൂസ്. പേർഷ്യയിലെ സമ്പന്ന കുടുംബത്തിലെ അംഗമായിരുന്നു അദ്ദേഹം. പാവപ്പെട്ടവർക്ക് തൻ്റെ സ്വത്തെല്ലാം നൽകി അദ്ദേഹം ബാക്കിയുള്ള പണം കൊണ്ട് ഒരാശ്രമം സ്ഥാപിച്ച് പ്രേഷിത പ്രവർത്തനം നടത്തി. എന്നാൽ അധികം വൈകാതെ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിന്റെ പേരിൽ പേർഷ്യയിലെ സ്പോർ രാജാവ് ബഡേമൂസിനെയും മറ്റാറ് സന്യാസികളെയും തടവിലാക്കി. പീഡനങ്ങളുടെ കാലമായിരുന്നു പിന്നീടുള്ള 4 മാസം. എല്ലാ ദിവസവും കുറച്ചു സമയത്തേക്ക് ഇരുട്ടറയ്ക്കുള്ളിൽ കഴിയേണ്ടി വന്നു. ഭാരമേറിയ ചങ്ങല കൊണ്ട് ബഡേമൂസിനെ ബന്ധിച്ചിരുന്നു. എന്നാൽ അപ്പോഴും തൻ്റെ വേദനകളൊക്കെയും യേശുവിൻ്റെ പീഡകളേക്കാൾ എത്ര നിസ്സാരമാണെന്ന് കരുതാനായി അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. ആ സമയത്ത് നെർസൻ എന്നൊരു പ്രഭുകുമാരനും ക്രിസ്തുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ തടവിലായി. നെർസനും ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ആദ്യമൊക്കെ യേശുവിൽ അടിയുറച്ചു നിൽക്കുവാൻ നെർസന് കഴിഞ്ഞെങ്കിലും പിന്നീട് പീഡനങ്ങൾ വർദ്ധിച്ചതോടെ അയാൾ തളർന്നു. ഒടുവിൽ തന്നെ വിട്ടയക്കുകയാണെങ്കിൽ ക്രിസ്തുവിനെ തള്ളിപ്പറയാമെന്ന് നെർസൻ പറഞ്ഞു. ഇത് കേട്ട രാജാവ് ബഡേമൂസിനെയും നെർസനെയും തന്റെ സമീപത്ത് കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഒരു വാളെടുത്ത് നെർസന് കൊടുത്തു. ബഡേമൂസിന്റെ ശിരസറുത്താൽ നെർസന് തടവറയിൽ നിന്നുള്ള മോചനം മാത്രമല്ല, പ്രഭുകുമാരൻ എന്ന പദവിയും തിരികെ കൊടുക്കാമെന്ന് രാജാവ് പറഞ്ഞു. അയാൾ അത് സമ്മതിച്ചു. ബഡേമൂസിന്റെ നെഞ്ചിലേക്ക് വാൾ കുത്തിയിറക്കാനായി നെർസൻ ഓടിയെങ്കിലും പെട്ടെന്ന് അയാൾ പേടിച്ച് കൈ പിൻവലിച്ചു. കുറച്ചു നേരത്തേക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ പകച്ചു നിന്നു. യേശുവിനെ തള്ളിപ്പറഞ്ഞുള്ള ജീവിതം വേണ്ടെന്ന് വെച്ച ബഡേമൂസിനെ പോലെ ആവാൻ അയാൾക്ക് മരണഭീതി മൂലം കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ബഡേമൂസിനെ കൊല്ലാനും അയാൾ അശക്തനായിരുന്നു. കുറെ നേരം ചിന്തിച്ചു നിന്ന ശേഷം നെർസൻ വാളെടുത്ത് ബഡേമൂസിനെ വെട്ടി. തെറ്റ് ചെയ്യുന്നു എന്ന പേടി മൂലം ശക്തിയില്ലാതെയാണ് വാൾ പ്രയോഗിച്ചത് എന്നതിനാൽ ഓരോ ഇടവും ബഡേമൂസിന്റെ ദേഹത്ത് ഓരോ മുറിവുകൾ സൃഷ്ടിച്ചുകൊണ്ട് പിന്നെയും വാളുയർത്തി നിൽക്കുന്ന നെർസനോട് ബഡേമൂസ് ചോദിച്ചു, നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും കണക്ക് ദൈവം ചോദിക്കുമ്പോൾ എന്ത് മറുപടിയാണ് നീ പറയാൻ പോകുന്നത്? സർവശക്തനായ ദൈവത്തിന് വേണ്ടി മരിക്കുവാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ നിന്നെപ്പോലൊരാളുടെ കൈകൊണ്ട് മരിക്കുന്നതിലും ഭേദം മറ്റാരെങ്കിലും എന്നെ കൊന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. പിന്നീട് നെർസന്റെ വാൾ കൊണ്ട് തലയറുക്കപ്പെട്ട് ബഡേമൂസ് മരിച്ചു. AD 376 ഏപ്രിൽ മാസം 10-ാം തീയതിയായിരുന്നു അത്. ബഡേമൂസിന്റെ മൃതശരീരം നായ്ക്കൾക്ക് ഭക്ഷണമായി ഇട്ടുകൊടുത്തു. എന്നാൽ ക്രിസ്തുവിന്റെ അനുയായികളായ ചിലർ അദ്ദേഹത്തിന്റെ മൃതദേഹം എടുത്തുകൊണ്ടുപോയി മറ്റൊരിടത്ത് സംസ്കരിച്ചു. ഇന്നേ ദിവസം എല്ലാ രക്തസാക്ഷികളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.